ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ, പ്രത്യേകിച്ച് പറഞ്ഞാൽ മലയാളികൾക്ക് വലിയ പ്രിയപ്പെട്ട കാര്യമാണ്. അപ്പോൾ നാടൻ ഭക്ഷ്യമേള എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഭക്ഷ്യമേളകളൊക്കെ നടക്കുന്നുണ്ട്, ഫുഡ് ഫെസ്റ്റിവൽ. അതിലെല്ലാം തന്നെ നാടൻ വിഭവങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ ഇപ്പോൾ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഉള്ള ഭക്ഷണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള നാടൻ വിഭവങ്ങൾ, ഇപ്പോൾ ഈ ഹില്ലി ടെറൈനായിട്ട്, അതായത് മലമ്പ്രദേശങ്ങളാണെങ്കിൽ അവിടെ നിന്നുള്ള നാടൻ വിഭവങ്ങൾ, പിന്നെ കോസ്റ്റൽ ഏരിയ ആണെങ്കിൽ അവിടുത്തെ നാടൻ വിഭവങ്ങൾ, പിന്നെ മലബാറിൻ്റെ നാടൻ വിഭവം, ഇങ്ങനെ വ്യത്യസ്തമായ നാടൻ വിഭവങ്ങൾ. ഈ നാടൻ വിഭവങ്ങളുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കപ്പ. കപ്പ എന്ന് പറയുമ്പോൾ കൊള്ളിയെന്ന് ചില ഭാഗങ്ങളിൽ പറയും, മരിച്ചീനിന്ന് ചില ഭാഗങ്ങളിൽ പറയും. അങ്ങനെ കപ്പയ്ക്ക് തന്നെ വ്യത്യസ്തമായ പേരുകൾ, ടാപ്പിയോക്ക. അപ്പോൾ കപ്പ കൊണ്ടും വ്യത്യസ്തമായ വിഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം കപ്പ ചേർത്തിട്ട് കപ്പ പ്രധാനപ്പെട്ട ഒരു ചേരുവയായിട്ട് വ്യത്യസ്തമായ രീതിയിലും വളരെ നാടനായിട്ടുള്ള രീതിയിലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാടൻ ഭക്ഷ്യമേളയുടെ ഒരു പ്രധാന ഭാഗമാണ് കപ്പ പുഴുങ്ങിയത്, കപ്പ ചെണ്ടമുറിയൻ പോലെ ആക്കിയത്, പിന്നെന്താ ചക്കയുടെ തന്നെ മീനിട്ട് വെച്ചത്, ഇറച്ചിയിട്ട് വെച്ചത്, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾക്ക് കപ്പയോടുള്ള ഇഷ്ടമാണ് സൂചിപ്പിക്കുന്നത്. മലയാളിക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമാണ് കപ്പ. അപ്പോൾ ചോറ് പോലെ തന്നെ നമ്മളുടെ ഒരു പ്രധാന ഭക്ഷണമാണ് കപ്പ. ഇപ്പോഴത്തെ ഒരു ജീവിത രീതി അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങൾക്കും വിലയാണ്. കൂട്ടത്തിൽ കുറച്ച് വില കുറവ് കപ്പയ്ക്കാണെന്ന് പറയാം. പക്ഷേ പണ്ട് കിലോയ്ക്ക് 7-8 രൂപയിൽ കിട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ 10 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കപ്പ 1 കിലോ, അപ്പോൾ അതിൻ്റെ വിലയെല്ലാം അതിൻ്റെ ഡബിളും ട്രിപ്പിളും ഒക്കെ ആയിക്കഴിഞ്ഞു പല ഭാഗങ്ങളിലും. എന്നാൽ പോലും ബാക്കി കാര്യങ്ങളുമായിട്ട് നമ്മളത് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ച് വില കുറഞ്ഞ കാര്യമായിട്ട് ഇപ്പോൾ കരുതേണ്ടി വരും. എന്നാലും കപ്പ കൊണ്ട് നമുക്ക് നല്ല ഒരു സമ്പൂർണ്ണമായ രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ആരോഗ്യത്തിനൊക്കെ വളരെ നല്ല ശക്തി കിട്ടും കപ്പ കൊണ്ടുള്ള വിഭവങ്ങൾ കഴിച്ചാൽ. വയറ് നിറയുകയും ചെയ്യും, മനസ്സിന് തൃപ്തി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കപ്പ കൊണ്ട് വെറൈറ്റീസ് അല്ലേ, കപ്പ കൊണ്ടൊരു വിഭവം, അതൊരു പുട്ടായാലോ? അപ്പോൾ കപ്പപ്പുട്ട്. അപ്പോൾ ഈ കപ്പപ്പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല വേകുന്ന കപ്പ തൊലി കളഞ്ഞ് നന്നായി ചീകിയെടുത്തത് 2 കപ്പ്, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, വറുത്ത ബോംബെ റവ 1/4 കപ്പ്, വറുത്ത അരിപ്പൊടി 1/2 കപ്പ്, വെള്ളം 1/4 കപ്പ്, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, സവാള 1 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 1 ടീസ്പൂൺ. അപ്പം നമ്മൾക്കിനി കപ്പപ്പുട്ട് തയ്യാറാക്കാം. കപ്പപ്പുട്ടെന്ന് പറഞ്ഞാൽ ഇത് മരിച്ചീനി പുട്ടെന്ന് തന്നെ പറയാം. പണ്ടും നമ്മൾക്ക് മരിച്ചീനി പുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്തെല്ലാം പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ കപ്പ കൊണ്ടുള്ള പുട്ട് തന്നെയാണ്. പക്ഷേ അത് സാധാരണയായിട്ട് ഈ കപ്പ ചീകി ഉണക്കി അത് പൊടിച്ചെടുത്ത ആ മാവ് കൊണ്ട്, അതാണ് മരിച്ചീനി മാവെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കപ്പ പൊടി അത് വെച്ചിട്ടാണ് ഈ കപ്പപ്പുട്ട് അല്ലെങ്കിൽ മരിച്ചീനി പുട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മളെല്ലാം ഇപ്പോൾ ഒരു എന്താ പറയുക, ഇൻസ്റ്റൻറ്റ് യുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ആധുനികമായി ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ പെട്ടെന്ന് എന്തുണ്ടാക്കാൻ പറ്റും? ഇപ്പോൾ എന്തായാലും കപ്പ ഉണക്കി പൊടിച്ച് എടുത്ത്, അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് നമുക്ക് ആ കപ്പയുടെ പൊടി കിട്ടണം. അതാണ് നമ്മൾക്കെല്ലാം സൗകര്യം. പക്ഷേ അല്ലെങ്കിലും നമുക്ക് കപ്പ വാങ്ങി അത് ചീകി നല്ല പച്ചക്കപ്പ വെച്ച് തന്നെ പുട്ടുണ്ടാക്കിയാലോ? അപ്പോൾ അതാണ് നമ്മുടെ പുട്ട്. അപ്പോൾ ചീകിയെടുത്ത് പച്ചക്കപ്പ. പക്ഷേ അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കപ്പ നല്ല വേകുന്നതായിരിക്കണം. പിന്നെ എന്താ പറയുക, കയ്പുണ്ടാകാൻ പാടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ കപ്പ സെലക്ട് ചെയ്യുന്നതിലും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ എങ്ങനത്തെ കപ്പ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്? 100 മുട്ടൻ എന്ന് പറയുന്നൊരു വെറൈറ്റി കപ്പ, മരിച്ചീനി 100 മുട്ടൻ എന്ന് പറയുന്നത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ അത് ചില സ്ഥലങ്ങളിൽ എംബോർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇത്തരം കപ്പ അതാണ് വാങ്ങേണ്ടത്. പിന്നെ വയലിൽ വളരുന്ന കപ്പ, അതായത് 6 മാസ കമ്പെന്ന് പറയും. 6 മാസം കൊണ്ട് അത് പ്രായപൂർത്തിയാകുന്നത് നമ്മൾ പറയേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയം 6 മാസം. അങ്ങനെയുള്ള കപ്പയാണ്. അപ്പോൾ 100 മുട്ടം എന്ന് പറയുന്ന ഈ ടൈപ്പ് ഓഫ് കപ്പ, അതാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ്, ശരിക്കും നമ്മൾ ഗ്രേറ്ററിൽ വെച്ച് ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കില്ല, ചീകി എടുക്കില്ല, അതുപോലെ ചീകി എടുക്കുക. ഇനി ചീകി എടുത്ത് കഴിഞ്ഞിട്ട്, അപ്പോൾ ഇതിലെന്തായാലും കുറച്ച് കട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഡയറക്റ്റായിട്ട് പുട്ടുണ്ടാക്കുകയാണ് നേരിട്ട്. ഇത് പ്രത്യേകിച്ച് നമ്മൾ അല്ലാണ്ട് വേവിച്ചൊന്നും അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകി 2-3 വെള്ളത്തിൽ അത് കഴുകി പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു കട്ടെല്ലാം മാറ്റിയെടുക്കണം. അതാണ് ആദ്യത്തെ ജോലി. അപ്പോൾ ഇത് 2 കപ്പുണ്ട്. ഒരളവനുസരിച്ചിട്ടാണെങ്കിൽ ചീകിയെടുത്ത കപ്പ 2 കപ്പ്. ഞാൻ ഉപയോഗിക്കുന്ന കപ്പിൻ്റെ അളവ് 240 ml. നിങ്ങൾ ഏത് കപ്പാണോ ഉപയോഗിക്കുന്നത് അതിൽ 2 കപ്പ്. ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകാം. അപ്പോൾ വെള്ളം നല്ല ഇങ്ങനെ കഞ്ഞിവെള്ളം മാതിരി ഇങ്ങനെ കലങ്ങി വരും. അപ്പോൾ ചീകുമ്പോൾ നല്ല ഒരു ഗ്രേറ്ററിൽ തന്നെ 2 ഭാഗമുണ്ട്. വളരെ പൊടിയായിട്ട് ചീകുന്ന ഭാഗമുണ്ട്, നീളത്തിന് കിട്ടുന്നൊരു രീതിയിൽ ചീകിയെടുക്കുക. അപ്പോൾ ആ രീതിയിൽ കപ്പയെ ചരിച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് നമുക്ക് പിഴിഞ്ഞ്
ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇങ്ങനെ 2-3 പ്രാവശ്യം, അതായത് ഇതിലെ വെള്ളം നല്ല തെളിഞ്ഞ് വരുന്ന അത്രയും പ്രാവശ്യം, 2-3 ഒരു 3 ടൈംസ് എന്തായാലും മതിയാകും. 3 പ്രാവശ്യം കൊണ്ട് നമുക്ക് നല്ല കട്ടെല്ലാം മാറി കിട്ടും. ശരിക്കും കപ്പയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഈ വെള്ളം മാറ്റിയിട്ട് ഇനി വീണ്ടും ഫ്രഷ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി അതിനെ ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ 2 വെള്ളം ഞാൻ കഴുകി കഴിഞ്ഞു. 3ാമത്തെ പ്രാവശ്യം വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഈർപ്പം ഇല്ലാണ്ട്, കുറച്ച് ഈർപ്പം എന്തായാലും ഉണ്ടാവും, പക്ഷേ മാക്സിമം കുറയ്ക്കുക. എത്രത്തോളം പിഴിയാൻ പറ്റുമോ അത്രത്തോളം ശക്തമായി പിഴിഞ്ഞെടുക്കുക. ശക്തിയോടുകൂടി പിഴിയുക. ഓക്കെ, അതുപോലെ അങ്ങനെ നമ്മളുടെ കപ്പ ഞാൻ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു. 3 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി പിഴിഞ്ഞെടുത്തു. അപ്പോൾ ഇനി സാധാരണ പുട്ട് നനയ്ക്കുന്ന പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ. നമ്മൾ എങ്ങനെയാണ് പുട്ട് നനയ്ക്കുന്നത്? കുറച്ച് പുട്ടിൻ്റെ പൊടിയിൽ വെള്ളം തളിച്ച് ഉപ്പ് തളിച്ച് ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ, പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കപ്പ തന്നെയാണ്. അപ്പം നമ്മൾ വൃത്തിയാക്കി പിഴിഞ്ഞെടുത്ത കപ്പ 2 കപ്പ് ചീകിയെടുത്തത്. ഇനി ഇതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ചേർക്കണം. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കപ്പ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് 2 കപ്പ്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി, ഒരു 1/2 കപ്പ് തന്നെ വേണമെന്നില്ല, 1/2 കപ്പ് വരെ നമുക്ക് ചേർക്കാവുന്നത് സാധാരണ നമ്മൾ പുട്ടിന് വേണ്ടി വറുത്ത് വയ്ക്കുന്ന അരിപ്പൊടി. കുറച്ച് തരിതരിപ്പായി, അല്ലേ, ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. പുട്ടുപൊടി, അതല്ല ഇടിയപ്പത്തിൻ്റെ പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 കപ്പ് വരെ ചേർക്കാം. ഏകദേശം 1/2 കപ്പ് നമ്മൾ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി. പിന്നെ അതുപോലെ റവയും ബോംബെ റവയാണ് വറുത്തത്, ഒരു 1/4 കപ്പ് വരെ ചേർക്കാം. പിന്നെ ഇതിൽ 2-3 കാര്യങ്ങൾ. പച്ചമുളക്, 2 പച്ചമുളക് വലുത് ചെറുതായി അരിഞ്ഞത്. വലിയ എരിവുള്ളതാണെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി കുറയ്ക്കാം അതിൻ്റെ അളവ്. പിന്നെ ഒരല്പം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് വേണ്ടേ, പുട്ടിനാവശ്യമായ ഉപ്പ്. പിന്നെ ഒരു കാര്യം ചേർക്കണം, നല്ല രുചിയാണത് ചേർത്താൽ. പക്ഷേ ഇപ്പോഴത്തെ വില അനുസരിച്ച് എനിക്കിത് പറയാൻ തന്നെ വിഷമമുണ്ട്. സവാളയാണ്. സവാള ഇപ്പോൾ ഭയങ്കര വിലയല്ലേ, 70-100 റുപ്പീസാണ് കിലോയ്ക്ക്. അപ്പം വീട്ടമ്മമാർക്കിത് താങ്ങാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ട് സവാളയുടെ ഉപയോഗമൊക്കെ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം സവാളയ്ക്ക് പകരം വയ്ക്കാൻ സവാള മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് ഇതിൽ ചേർത്താൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സവാള എന്ന് പറഞ്ഞാൽ, ഇനി വേണമെങ്കിൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറയ്ക്കാം. 1/2 സവാള ചേർത്താലും മതി, അല്ലെങ്കിൽ ഇത്ര ചേർത്താലും മതി, ഒരു 2-3 സ്പൂൺ സവാള. ഇതിപ്പോൾ ഒരു വലിയ സവാള ഏകദേശം എന്ന് പറയും. ഇത്ര വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, കുറച്ച് പേരിന് വേണ്ടി ചേർത്താലും മതിയാകും. പിന്നെ ഒരു പ്രധാന കാര്യം തേങ്ങയാണ്. തേങ്ങ ഏതാണ്ട് 1/2 കപ്പോളം. ഇത് നല്ല വിലയുള്ള കാര്യമാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് തെങ്ങുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പൈസ കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഒരു തേങ്ങയ്ക്ക് 20 രൂപ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്. ഇനി ഇതിനോടൊപ്പം 1 ടീസ്പൂൺ നെയ്യ് ചേർത്താൽ കുറച്ചുകൂടി സ്വാദായിരിക്കും. 1 ടീസ്പൂൺ നല്ല പശുവിൻ നെയ്യ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആകാനായിട്ട്, എന്താ പറയുക, നല്ല മാർദ്ദവം കിട്ടാനാണിത് ചേർക്കുന്നത്. നെയ്യ് ചേർത്തില്ല എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ചേർക്കാം, ഉണ്ടെങ്കിൽ ചേർക്കാം, അത് ഓപ്ഷണലാണ്. പിന്നെ തേങ്ങ ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഈർപ്പവും തേങ്ങയുടെ ആ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പാലൊക്കെ ഇങ്ങനെ ഇറങ്ങുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആകും. ഇനി നമ്മൾ പുട്ട് ഒന്ന് മിക്സ് ചെയ്യും. പുട്ടിനെ ഒന്ന് പുട്ടുപൊടി നനയ്ക്കുന്ന മാതിരി നമുക്കൊന്ന് നനച്ചെടുക്കാം. എല്ലാം കൂടി ചേർത്തൊന്ന് യോജിപ്പിക്കും. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെള്ളം തളിച്ചാണ് സാധാരണ പുട്ടിന് നമ്മൾ നനയ്ക്കുന്നത്. ഇനി ഒരു പക്ഷേ ഈർപ്പം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം അടുത്ത് വെച്ചേക്കുക. ഇച്ചിരിയായിട്ട് തളിച്ച് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ ഏറ്റവും നല്ലത്. ഇങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടുണ്ടാക്കി തുടങ്ങും. അപ്പോൾ ഇതൊരു ഭാഗത്ത് ഇരിക്കട്ടെ. നമ്മൾ അടുപ്പ് കത്തിച്ച് പുട്ടുകുറ്റി വയ്ക്കാൻ പാകത്തിന് പുട്ടിൻ്റെ കുടത്തിൽ വെള്ളം വയ്ക്കും. ഇപ്പോൾ നമ്മുടെ പുട്ടുകുറ്റി വയ്ക്കുന്നതിന് മുമ്പ് പുട്ടുകുടത്തിൽ വെള്ളം ഏതാണ്ടൊരു 1/4 ഭാഗം ഞാൻ നിറച്ചിട്ടുണ്ട്. തിള വന്നു തുടങ്ങി. ഇനി നമുക്ക് തീയൊരൽപ്പം കുറയ്ക്കാം. ഇതൊരു വലിയ പുട്ടുകുറ്റിയാണ്, ശരിക്കും പറഞ്ഞൊരു വലിയ പുട്ട്. ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അകത്ത് ചില്ലിടുന്നു. ഇതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ
തേങ്ങ ചിരകിയത് ചേർക്കാം. അപ്പോൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ തേങ്ങാപ്പീര തേങ്ങ ചിരകിയത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പപ്പുട്ടിൻ്റെ കൂട്ട് ആദ്യം കുറച്ച് 2 സെക്ഷനായിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു പകുതിയായി. ഇനി നമ്മൾ തേങ്ങയുടെ പീര ചേർക്കുന്നു. അതൊരു എന്താ പറയുക ഡിവിഷൻ, അതിനെ 2ആയിട്ട് തരംതിരിക്കുന്നതിനാണ് ഇടയ്ക്ക് നമ്മൾ. പിന്നെ ആവി നന്നായിട്ട് കയറാനും നടുക്കൊരു പാർട്ടിഷൻ തേങ്ങ കൊണ്ട് തന്നെ. എന്നിട്ട് വീണ്ടും നമ്മൾ കപ്പ ഇവിടെ മിശ്രിതം ഇടും. ഫില്ലിങ് തേങ്ങയൊക്കെ വളരെ ലാവിഷായിട്ട് ഞാൻ വെക്കുകയാണ്, കാര്യങ്ങളൊക്കെ ചേർക്കുന്നു. പക്ഷേ അതെല്ലാം ഓരോരുത്തരുടെ ഓപ്ഷണലാണ് കാര്യങ്ങൾ. എത്ര തേങ്ങ ചേർക്കണം, എത്ര പറ്റും, നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചേരുവകൾ ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളുമായി നമ്മുടെ പുട്ടുകുറ്റി നമ്മുടെ കുടത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് അടയ്ക്കാം. ഞാൻ തീ ഒരല്പം കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇനി തീ കൂട്ടി കൊടുക്കാം. നല്ലൊരു ആവി വരട്ടെ. എന്നിട്ടൊരല്പസമയം, ഒരുപാട് സമയമൊന്നും വേണ്ട, എല്ലാവരും ആവി വന്നാൽ പിന്നെ 2-3 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. പുട്ട് റെഡിയായി കഴിയും. അത് കഴിഞ്ഞാൽ നമ്മൾ പുട്ടുകുറ്റിയിൽ നിന്നും കുത്തി ഒരു പ്ലേറ്റിലേക്ക് മാറ്റും. അപ്പോൾ ഈ ഒരു അളവിൽ നിന്ന് ഏകദേശം നമുക്കൊരു 2-2.5 കുറ്റി പുട്ട്, വലിയ പുട്ടുകുറ്റി ആയതുകൊണ്ട് കിട്ടും. അപ്പോൾ ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് സമയം കഴിഞ്ഞു. ആവി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തീ ഒരല്പം കുറച്ച് കൊടുത്തു. ഇനി തീ നന്നായിട്ട് കുറച്ചിട്ട് നമുക്ക് ആദ്യത്തെ പുട്ട് കുറ്റിയിൽ നിന്നും മാറ്റാം. നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഇപ്പോൾ ഒരു തടിത്തവി കൊണ്ട് കുത്തുന്നതാണ് ഏറ്റവും നല്ലത്. തടിത്തവിയുടെ പിറകുവശം, ബാക്ക് സൈഡ്. അങ്ങനെ നമ്മളുടെ 2 ഫുൾ കുറ്റി, വലിയ കുറ്റി പുട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി ഒരല്പം ബാക്കിയുണ്ട് കപ്പയുടെ കൂട്ട്. അത് ഏകദേശം ഒരു 1/4 കുറ്റിക്കേ വരുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ ഈ അളവിൽ നിന്ന് നല്ല 2 വലിയ കുറ്റി പുട്ട് നമുക്ക് തയ്യാറാക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കപ്പ പുട്ട് റെഡി. ഇത് നല്ല ഉണക്കമീൻ കറി വെച്ചതിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചാൽ കുറച്ചുകൂടി ഗംഭീരമാവും. കപ്പയും മീനും കോമ്പിനേഷൻ നല്ലതല്ലേ. അപ്പോൾ ഈ കപ്പപ്പുട്ടും മീനും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ ഇറച്ചിയുടെ കൂടെയും നല്ലതായിരിക്കും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. ഇതൊന്നും ഒരു സൈഡ് ഡിഷും ഇല്ലാണ്ട് വെറുതെ കഴിക്കാനും നല്ലതാണ്. ഒരു അല്പം ചൂടോടുകൂടി തന്നെ കഴിക്കുക, അതാണ് ഏറ്റവും നല്ലത്. തണുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാദ് കുറയുമൊന്നുമില്ല, അതും സ്വാദ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.